ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ എവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലെ വിഷയം നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ 2025 നമ്മൾ ബേഡുകളെ ബ്രീഡിങ്ങിന് കുറേ ബേഡുകളെ സെറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആണത്. ആ സമയത്ത് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് വെച്ച് ചില ബേഡുകളെ എഗ്ഗുകളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില ബേഡുകളുടെ എഗ്ഗുകളൊക്കെ ഹാച്ചായി. അപ്പോൾ നമ്മൾ ക്വാളിറ്റി നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ക്വാളിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ബേഡുകളെ ബ്രീഡിങ് സെറ്റ് ചെയ്തത്. അതായത് ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, അതിനു വേണ്ടിയാണ് നമ്മൾ വൈൽഡ് ബേഡുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പെയർ ചെയ്ത് ഇട്ടേക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ ചിക്സുകൾ നമുക്ക് ഇറങ്ങി, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ, ആരോഗ്യം എങ്ങനെ, അതായത് ബേഡുകളുടെ വെയിറ്റ് എത്ര വേണം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന വേണമെന്ന് പറഞ്ഞാൽ വൈൽഡ് മാസ്കാണ്. അതായത് ഒരു ടോപ്പ് ക്വാളിറ്റി നമ്മൾ വർക്ക് ചെയ്ത്, അതായത് ബ്രീഡ് ചെയ്ത് നിരന്തരം ബേഡുകളെ മാറ്റി പേരൻസിനെ, അതായത് സെലക്റ്റീവായിട്ടുള്ള ബേഡുകളെ കളക്ട് ചെയ്ത് ബ്രീഡിങ്ങിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയേക്കണ ടോപ്പ് ക്ലാസ് ഒരു വൈൽഡ് മാസ്കാണത്. ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഒരുപാട് കമൻറ്റുകളും നല്ല ബ്രീഡർമാരെ നല്ല സപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടി. കാരണം അതൊക്കെയാണ് നമ്മുടെ എനർജി. കാരണം കേരളത്തിൽ വളരെ വിരലുണ്ടാവുന്ന ബ്രീഡർമാരെ മാത്രമേ ഉള്ളൂ ക്വാളിറ്റീനെ ഫോക്കസ് ചെയ്തിട്ട് ബേഡുകളെ ബ്രീഡ് ചെയ്യണത്. അങ്ങനെ 2 ഫ്രണ്ട്സ് നമുക്കുണ്ട് കേരളത്തിലായ രണ്ട് ഫ്രണ്ട്സ് നമുക്കുള്ളൂ. നമ്മൊരു ടീമായിട്ടാണ് നെക്സ്റ്റ്, അതായത് 2025 അതുപോലെ തന്നെ 2026 ആ കാലഘട്ടത്തിലേക്ക് പുതിയ മ്യൂട്ടേഷൻ്റെ പ്രൊജക്റ്റൊക്കെ പ്ലാൻ ചെയ്തേക്കണം. വഴിയെ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഴയ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിങ് പോണത്. അതിൻ്റെ പെയറിങ് ചെയ്തേക്കുന്നത് ചിക്സുകൾ, അവരുടെ വെയിറ്റുകൾ, ബോഡി വെയിറ്റുകൾ എല്ലാം നിങ്ങളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ തീർത്ത് പോകണത്. പാർട്ട് 2 ആക്കിയിട്ട് തീർത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട വയലറ്റ് പാർബിളുവിൻ്റെ വൈൽഡ് ഗ്രീൻ ഫിഷർ ഒരുപാട് കമൻറ്റുകൾ, നല്ലതും ചീത്തയായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്നായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഗ്രീൻ ഇട്ട് പാർബിൾ പെയർ ചെയ്യണത്? അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവരോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈൽഡ് ഷോലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ സാധാരണ ഗ്രീൻ ഫിഷർ അല്ല. അത് നമ്മൾ മറ്റുള്ള കളറിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മാർക്കിങ് അതിലേക്ക് ഏറ്റെടുക്കാനാണ് നമ്മൾ ഇങ്ങനെ പെയർ ചെയ്യണത്. കാരണം നമ്മൾ ഈ കേരളത്തിലെ ബേഡുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുറത്തുള്ള ആൾക്കാർ, പുറത്തുള്ള ബ്രീഡർമാരുടെ ബേഡുകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് കണ്ടുകഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അങ്ങനെ പറയണത്. അപ്പോൾ നമ്മുടെ ഇപ്പം നേരത്തെ കണ്ട ആ ഗ്രീൻ ഫിഷർ അത് വയലറ്റ് ഗ്രീനാണ്, സ്പ്ലിറ്റ് B1 B2 ആണ്. അതിൻ്റെ ഒരു 35 ഡേയ്സ് പ്രായമുള്ള ചിക്കൻ്റെ ബോഡി വെയിറ്റാണ് ഇനിയിപ്പോൾ കാണുന്നത്. ആ രീതിയിലാണ് നമ്മുടെ ഫുഡുകൾ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണത്. അത് പെല്ലറ്റുകളും അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള. അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ്റെയൊക്കെ വെയിറ്റ് കിട്ടുന്നത്. ഈ 35 ഡേയ്സിൽ ഈ ഒരു വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു 60-65 ഗ്രാം വരും ബേഡ്. നെക്സ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ലുട്ടിനോ ഒപ്പലൈൻ ഇൻറ്റു ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റിനോ. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങിൽ നമുക്ക് 2 ചിക്കാണ് നമുക്ക് കിട്ടിയത്. നമുക്കെല്ലാവർക്കും അറിയാം ഇനോ വളരെ വീക്കായിട്ടുള്ള മ്യൂട്ടേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ഫിഷർ ഒപ്പലൈന ഇതിനൂടെ സെറ്റ് ചെയ്തത്, വൈൽഡിൽ നിന്ന് ഇറക്കിയേക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇവരിൽ നിന്ന് 3 ചിക്കനെ കിട്ടി. അതിൽ ഒരു ചിക്കൻ നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി ടൈമിഡാക്കി ഹാൻഡ് ഫീഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിൽ വലിയ ചിക്കൻ എന്ന് പറയുന്നത് ഗ്രീൻ യൂവിങ് ഒപ്പലൈനാണ്. കാരണം ലുട്ടിനോ ഫിഷർ ഒപ്പലൈനിൻ്റെ മെയിൽ ബേഡ്, ഫാദർ മെയിൽ യൂവിങ് ആണ്. പക്ഷേ ഇനോ ആയതുകൊണ്ട് നമുക്കത് വിസിബിൾ അല്ല. അപ്പം ഇതിലെ ഗ്രീൻ യൂവിങ് ഒപ്പലൈൻ സ്പ്ലിറ്റ് ഇനോയാണ്. അതുപോലെ ലുട്ടിനോ ഒപ്പലൈൻ 2 ചിക്കൻ. പെയറിങ്ങിൽ നമുക്ക് 4 ഉണ്ടായിരുന്നു. അതിലൊരു 3 നമുക്ക് കിട്ടി. ഒരെണ്ണം നമ്മുടെ ഫ്രണ്ട് കൊണ്ടുപോയി. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ചിക്ക് ഗ്രീൻ യൂവിങ് ഒപ്പലൈനാണ്. അപ്പോൾ അതിൻ്റെ ബോഡി വെയിറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 49 ഗ്രാംസ് ഉണ്ട്. കാരണം ഇത് ഏകദേശം ഒരു 35 ഡേയ്സ് പ്രായമുള്ള ചിക്കാണത്. അതേപോലെ തന്നെ ലുട്ടിനോ ഒപ്പലൈൻ ഏകദേശം ഒരു 30 ഡേയ്സ് പ്രായമുണ്ട്. അതിന് 42 ഗ്രാം ഉണ്ട്. പൊതുവേ ഇനൊക്കെ വളരെ വീക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വയലിനോട്ട് സെറ്റ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് മാസ്കിൻ്റെ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മാസ്കിൻ്റെ 2 എഗ്ഗ് നമുക്ക് കിട്ടി. 2 എഗ്ഗ് വിരിഞ്ഞ് 2 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടി. ഒരെണ്ണം DF വയലറ്റാണ്. ഇതിൻ്റെ പെയറിങ് എന്ന് പറഞ്ഞാൽ മെയിൽ ബേഡ്
DF വയലറ്റ് കോളർ മാസ്കാണ്, ബെൽജിയം ലൈനേജാണ്. അതുപോലെ തന്നെ വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ് ഫീമെയിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ചിക്ക്, മൂത്ത ചിക്കാണ് ആ മെഷിൽ പിടിച്ചിരിക്കുന്നത്, DF വയലറ്റാണ്. സെക്കൻഡ് ഒരു ഡി ബ്ലൂ ആണ്, ഡി ബ്ലൂ കോളർ മാസ്ക്. നമുക്കെല്ലാവർക്കും അറിയാം കോളർ മാസ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഹെഡ് നല്ല ബ്ലാക്ക് ഷെയ്ഡ്, നല്ല ബ്ലാക്ക് ഉണ്ടാവും. അതേ രീതിയിൽ തന്നെ കോളറും നല്ല രീതിയിൽ തെളിഞ്ഞിരിക്കും കോളർ. ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്കത് കോളർ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ള നോർമൽ മാസ്ക് ആണെന്നുണ്ടെങ്കിൽ കോളർ ഉണ്ടാവില്ല, ചെറുപ്പത്തിലൊന്നും ഉണ്ടാവില്ല. ടർക്കിക്ക് ഒരുപാട് വരും ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ നമുക്ക് വയലറ്റ് ഒരു 35 ഡേയ്സ്, കാരണം അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബേഡുകളെ പിടിച്ച് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 35 ഡേയ്സിലുള്ള വെയിറ്റാണ്, 35 ഒരു 40 അതിൻ്റെ അകത്തുള്ള ഡേയ്സിലെ വെയിറ്റാണ്. അതുപോലെ ഡി ബ്ലൂവിൻ്റെ 48 ഗ്രാം. മാസ്കുകൾക്ക് പൊതുവേ വെയിറ്റ് കൂടുതലായിരിക്കും, പക്ഷേ മാസ്കും ഫിഷറും നമ്മുടെ ഏരിയയിൽ സെയിം ആയിട്ടുള്ളത്. കാരണം പെയറിങ്ങിൻ്റെ വ്യത്യാസമാണത്, അതായത് വൈൽഡ് ബേഡുകൾ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങളാണത്. അടുത്തതൊരു വയലറ്റ് പാർബ്ലൂ ഫീമെയിൽ, അതിൻ്റെ കൂടെ ഒരു വൈൽഡ് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലയാണ്. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു വയലറ്റ് ഗ്രീനാണ് ആ കോർണറിലിരിക്കുന്നത്, കോർണറിൽ റൈറ്റ് സൈഡിലിരിക്കുന്നത്. ബാക്കി ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ 2 പാരൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിക്കാണ് ഈ കാണാൻ പോകുന്നത്, ഒരു ജംബോ സാധനം എന്ന് പറയാം, നല്ല വൈൽഡ് മാർക്കിംഗ് ഉള്ളൊരു ജംബോ ബേഡ്. ഇതൊക്കെയാണ് നമ്മുടെ ശരിക്കും നമ്മൾ ഈ ബ്രീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നിന്ന് കിട്ടണ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ലഹരി എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള ബേഡുകൾ വന്ന് വീഴുമ്പോഴാണ്. സൂപ്പർ ബേഡ്. അടുത്ത പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചിക്കിൻ്റെ 35-40 ഡേയ്സിൽ അകത്തുള്ള ബോഡി വെയിറ്റാണ് ഈ കാണുന്നത്, 51 ഗ്രാം ഉണ്ട്. അതേപോലെ സെയിം അതിൻ്റെ ഇളയതാണ് ഈ ചിക്ക്, സെയിം ഒരു 5 ഡേയ്സ് ഡിഫറൻസ് എന്നാലും 50 ഗ്രാം ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കാൽക്കുലേഷൻ ചെയ്യാം, നമുക്ക് ഊഹിക്കാം എത്ര വരുമെന്ന്. നെക്സ്റ്റ് നമ്മുടെ പെയറിങ് പാസ്റ്റൽ ഗ്രീൻ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഇനോയാണ്. ഈ പാസ്റ്റൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ ബേഡാണ് ഞാൻ വരെ ചിന്തിച്ചേക്കണം നേരത്തെ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാസ്റ്റൽ ബേഡുകളെ വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ഒപ്പലൈൻസിൻ്റെ, അതായത് വയലറ്റ് ബ്ലൂ, പാർ ബ്ലൂ വയലറ്റ്, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ അറിവാണ്, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ മേഖലയിൽ വളരെ വിരലുണ്ടാവുന്ന ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് ബ്രീഡിങ്ങിനും പെയറിങ്ങിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു അറിഞ്ഞൊരു അറിവാണ് നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ അതിനെ ബ്രീഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ലുട്ടിൻ ഒപ്പലൻ്റെ രണ്ടാമത്തെ പെയർ, അതിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റിനോ സ്പ്ലിറ്റ് ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടിയുള്ളൂ. കാരണം ഫസ്റ്റത്തെ പെയറിങ്, ഫസ്റ്റ് ബ്രീഡിങ് ഫീമെയിലിൻ്റെ, മെയിൽ ഓൾറെഡി പ്രൂവൺ മെയിലാണ്, പക്ഷേ ഫീമെയിലിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് ആണ്. സാധാരണ ഒന്നും കിട്ടാറില്ല, ചില എൻ്റെ ഏവിയറിൽ പൊതുവേ ഒരു 75% കിട്ടാറില്ല. പക്ഷേ ഇതിൽ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടി, അതൊരു സ്പ്ലിറ്റിനോയാണ്, സ്പ്ലിറ്റ് ഒപ്പലനാണ്. വേണ്ട കണ്ടറിയാം സ്പ്ലിറ്റ് ഒപ്പലൻ, കാരണം അതിൻ്റെ ഡേറ്റി ഷെയ്ഡ് കുറവായിരിക്കുള്ളൂ, വളരെ ലൈറ്റായിട്ടുണ്ടാവുള്ളൂ. നല്ല ബോണ്ടഡ് പെയറാണ്, നല്ല ഇണക്കമുള്ള പെയറാണ്. അപ്പോൾ ഇതിൻ്റെ വൺ സൈഡും ഈ പറഞ്ഞ വൈൽഡിനെ സെറ്റ് ചെയ്തേക്കുന്ന ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റിനോ സ്പ്ലിറ്റ് ഒപ്പലൻ സ്പ്ലിറ്റ് ബ്ലൂ കൂടിയാണ്. പിന്നെ ഒരൊറ്റ ചിക്കാണ്, ഹെൽത്തിയാണ്. ചിക്കനെ കണ്ടാൽ അറിയാം, പഫതാണ്, നല്ല തിങ്ങി നിൽക്കണം. അപ്പോൾ അതിനർത്ഥം നല്ല ഹെൽത്തി ബേഡാണ്. പോസിബിൾ സ്പ്ലിറ്റ് ബ്ലൂ ബേഡാണ്. ടെസ്റ്റ് ബ്രീഡിങ്ങിൽ നമുക്കത് സ്പ്ലിറ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തൊരു പുതിയൊരു പെയറിങ് ഡി ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഫാലോ, അതിൻ്റെ കൂടെ വയലറ്റ് ഗ്രീൻ സ്പ്ലിറ്റ് ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ. അത് വൈൽഡിന് സെറ്റ് ചെയ്തേക്കുന്ന ബേഡാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ബ്രീഡിംഗ് ബോക്സ് വെച്ചിട്ടുള്ളൂ. ഒരു ടു വീക്കിനുള്ളിൽ എഗ്ഗ് ചെയ്യണം കണ്ടീഷനാണ്, ഫീമെയിൽ കണ്ടീഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ബേഡുകളിലൊക്കെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ബേഡുകൾ നല്ല ഹെൽത്തിയിലും നല്ല ക്വാളിറ്റിയിലൊക്കെ ബേഡുകളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വൈൽഡ് ലൈൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടണം. എന്നാൽ നമുക്ക് അതിൻ്റെ അകത്ത് നല്ല ഹെൽത്തിയിൽ ചിക്കുകൾ കിട്ടുള്ളൂ. നെക്സ്റ്റ് ഒരു മാസ്കാണ്. മാസ്കിൻ്റെ ഒരു ഡി ബ്ലൂ കോളർ മാസ്ക്, ബെൽജിയം ലൈനേജാണ്. അതുപോലെ പാർ ബ്ലൂ വയലറ്റ് കോളർ മാസ്ക്. ഒരു പുതിയൊരു പെയറിംഗ് ആണ്. നമ്മൾ ഈ വർക്ക് ചെയ്തിറക്കിയേക്കണം. ഇപ്പോൾ ഈ ഡി ബ്ലൂ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഇട്ട് വർക്ക് ചെയ്തിറക്കിയ പേരാണ്. നമ്മുടെ ഒരു വലിയ സൈസായിട്ടുള്ള ബിഗ് സൈസ് മാസ്കിൻ്റെ ഇറക്കിയ ഒരു ഫീമെയിൽ ചിക്കാണ് എൻ്റെ കുഞ്ഞ്. അപ്പോൾ അത് ഏകദേശം അഡൽട്ട് സ്റ്റേജായി. അപ്പോൾ നെക്സ്റ്റ് പെയറിങ് നമ്മൾ ഒരു പാർ ബ്ലൂ വയലറ്റിനോടെ ചെയ്തേക്കണം. നെക്സ്റ്റ് നമ്മുടെ ഒരു
വൈൽഡ് മാസ്കിൻ്റെ ഒരു പെയറാണ്. ഒരു 2 വയസ്സ് അടുപ്പിച്ച് പ്രായമായിട്ടുള്ള ഒരു വൈൽഡ് മാസ്കിൻ്റെ പെയർ. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ചിക്കിൻ്റെ ഫാദറാണ് ഫസ്റ്റ് ഇരിക്കുന്ന ബേർഡ്, മെയിൽ ബേർഡാണത്. ഇതിൻ്റെ വേറൊരു ഫീമെയിലോട്ടാണ് നമ്മൾ പീറ്റർ ലൈനേജിൻ്റെ ഒരു ഫീമെയിലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടിയത്. നല്ല കോളറും ഹെഡുമായിട്ടുള്ളൊരു സൈസുള്ളൊരു ഷേപ്പുള്ളൊരു ബേർഡിനെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബേർഡുകൾ ഇപ്പോൾ ഈ വൈൽഡ് മാസ്കിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ വൈൽഡ് മാസ്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വൈൽഡ് ഗ്രീൻ ഫിഷർ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ക്വാളിറ്റിയിൽ നല്ല ചിക്സുകൾ ഇറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബേർഡുകൾ വേണം. അടുത്ത നമ്മുടെ പുതിയ അതിഥികളാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പാർ ബ്ലൂ വയലറ്റ് ഒപ്പലൈൻ. ഏകദേശം 7-8 മാസം പ്രായമായിട്ടുള്ള നല്ല സ്റ്റാൻസാണ് ബേർഡിൻ്റെ. ബേർഡ് കേരളത്തിലുള്ള ബേർഡല്ല, കേരളത്തിൽ പുറത്തുനിന്നാണ് എടുത്തത്. അടുത്തത് ഗ്രീൻ ഡൈലോട്ട് ഒപ്പലൈൻ, സെയിം 6-7 മാസം പ്രായമായിട്ടുള്ള ഗ്രീൻ ഡൈലോട്ട് ഒപ്പലൈൻ. നല്ല ടൈൽ മാർക്കിങ്ങും നല്ല ഹെഡ് ക്വാളിറ്റിയൊക്കെ ഉള്ള. അടുത്തത് ഒരു ഫാലോൻ്റെ വൈലറ്റ് DF ഫാലോ മെയിലാണ്. അത് ഇമ്പോർട്ടഡ് റിംഗ് ബേർഡാണ്. അതിൻ്റെ കൂടെ പാർ ബ്ലൂ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഫാലോയും കൂടിയാണ്. അതേപോലെ തന്നെ വൈൽഡ് ഗ്രീൻ ഫിഷർ മെയില്, അതിൻ്റെ കൂടെ വയലറ്റ് ഫാലോ ഫീമെയിൽ. ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെ പെയർ ചെയ്തേക്കണം. അതിന് കഴിഞ്ഞ് നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ പുതിയ പർച്ചേസിംഗ് ആണ്. വയലറ്റ് DF പാർ ബ്ലൂ വിഷ്വൽ ഫാലോ ഫീമെയിൽ, വയലറ്റ് DF സ്പ്ലിറ്റ് ഫാലോ മെയിൽ. ഒരു 3 പേർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി സെറ്റ് ചെയ്യാൻ നമ്മൾ വൈൽഡിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ചിക്സുകളാണ് തമ്മിൽ പെയർ ചെയ്യണത്. അങ്ങനെ നമ്മൾ ബേർഡിനെ സെറ്റ് ചെയ്തേക്കുന്നത്, അതായത് ബ്ലഡ് ലൈൻ സ്ട്രോങ് ആക്കാൻ അങ്ങനെ ഒരു പെയർ നമ്മൾ വൈൽഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വൈൽഡിൽ നിന്ന് ഇറക്കിയേക്കണ കുറച്ച് ബേർഡുകൾ, അത് ഗ്രീൻ ഫാലോസാണ് ഈ കാണുന്നത്. സാധാരണ ഗ്രീൻ ഒപ്പലൈൻ്റെ അതേ ഹെൽത്തില്ല ഫാലോ ഗ്രീൻ ഒപ്പലൈൻ. അത് വൈൽഡിനോട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കിയേക്കണ ഫാലോ ഒപ്പലൈനാണ്, ഗ്രീൻ ഫാലോ ഒപ്പലൈൻ. അടുത്ത നമ്മുടെ ടീമിൻ്റെ ബിഗ് പർച്ചേസിങ്, അതായത് അക്വ B2 വൈലറ്റ് ഒപ്പലൈൻ, അതിൻ്റെ കൂടെ അക്വ B1 യൂവിങ് ഒപ്പലൈൻ. കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇറക്കിയേക്കണ ബേർഡ്. അതുപോലെ തന്നെ പുതിയ കുറേ പ്രൊജക്റ്റുകളുണ്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്, അതായത് അക്വ ഡൺ, അതുപോലെ തന്നെ അക്വ ഡൈലോട്ട് ഒപ്പലൈൻസ്. ഇതൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യാനനുസരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ സഫയർ B1 ഒപ്പലൈനാണത്, മെയിൽ ബേർഡ്. അത് പാർലൂരിന് തന്നെ ഒരു വേറൊരു കളർ വേരിയേഷനാണ്. അതേപോലെ തന്നെ ഡൈലോട്ട് ഒപ്പലൈൻ വയലറ്റ്, നമ്മൾ നേരത്തെ ഒരു ഗ്രീൻ കണ്ടായിരുന്നു, ഇത് വയലറ്റ് ഡൈലോട്ട് ഒപ്പലൈൻ. ഡൈലോട്ട് മ്യൂട്ടേഷനെ കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിലൊക്കെ. വളരെ ബ്യൂട്ടി ആയിട്ടുള്ളൊരു ബേർഡാണ് ഡൈല്യൂട്ടി മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ. ആ കളറിലാണ് അതിൻ്റെ ഭംഗിയിരിക്കുന്നത്. അതേപോലെ അതിൻ്റെ ആ ഫ്ലൈയിങ് ഫെതറിലെ എൻഡ് ഭാഗത്ത ആ ഒരു ഗ്രേ ഷെയ്ഡൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ് ഡൈല്യൂട്ടി മ്യൂട്ടേഷൻ. അതിലെ വയലറ്റ് ഡൈലോട്ടാണ് ഈ കാണുന്നത്. അടുത്തത് വളരെ റെയറായിട്ടുള്ള അക്വ ഡൈല്യൂട്ട് ഒപ്പലൈൻ, വളരെ റെയറായിട്ടുള്ള ബേർഡ്. ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ തന്നെ പുതിയ പുതിയ പെയറിങ്, പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, അതായത് പുതിയ മ്യൂട്ടേഷൻ, അത് റെയറായിട്ടുള്ള മ്യൂട്ടേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും ചാനൽ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനൊന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതുപോലെ പുതിയതായിട്ടുള്ള കുറേ മ്യൂട്ടേഷൻ ബേർഡുകളൊക്കെ വരാനുണ്ട്. വരുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ അനൗൺസ് ചെയ്യും, അതിൻ്റെ വീഡിയോസൊക്കെ പങ്കുവെക്കും. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള റയർ മ്യൂട്ടേഷനായിട്ടുള്ള പ്രൊജക്റ്റുകൾ, കുറേ വർക്കുകളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ പുറത്തേക്ക് കൊടുക്കും. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് മ്യൂട്ടേഷൻ ബേർഡുകൾ എത്തിയേക്കുന്നത്. അത് നമ്മുടെ ടീമാണ് കൊണ്ടുവന്നേക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ചാനലിലൂടെ വിടുന്നതാണ്. കുറേ മ്യൂട്ടേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മിസ്സാകാതെ കാണാൻ ശ്രമിക്കും. അപ്പോൾ ഇത്രയും കാര്യം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.